ബൈജൂസ് എന്ന കമ്പനി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബൈജു രവീന്ദ്രനും തകരുന്നു. ഒരു ടൈമിൽ ഇന്ത്യയുടെ റോക്ക് സ്റ്റാർ സിഇഒയും സെലിബ്രിറ്റി ഫൗണ്ടറും എന്നൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ബൈജു രവീന്ദ്രൻ ഇപ്പോൾ ബാങ്ക്രപ്സിയുടെ വക്കിലാണ്. ബൈജു രവീന്ദ്രൻ പല വഴികളും നോക്കി തൻ്റെ കമ്പനിയെ രക്ഷിക്കാൻ. പക്ഷേ നിക്ഷേപകർ അതിനൊന്നും വാല്യൂ കൽപ്പിച്ചില്ല. ഈ ഇൻവെസ്റ്റേഴ്സിൽ തന്നെ ഒരു വിഭാഗം EGMന് റെഡിയാണ്. EGM എന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോ അനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു മീറ്റിംഗ്സ് എപ്പോൾ വേണമെങ്കിലും വെക്കാം. ഈ മീറ്റിംഗിൽ അറിയാം ബൈജൂസ് എന്ന് ഷട്ടർ ഇടുമെന്ന്. ഇതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആരായിരിക്കും ഈ മീറ്റിംഗ് വിളിച്ചത്? ബൈജൂസിലെ പ്രൈമറി ഇൻവെസ്റ്റേഴ്സ് ഇവരൊക്കെയാണ്: ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവ്, ജനറൽ അറ്റ്ലാന്റിക്, പ്രോസസ് വെഞ്ചേഴ്സ്, PeakXV. ഇനി അടുത്ത ചോദ്യം, എന്തിനായിരിക്കും ഈ മീറ്റിംഗ് വിളിച്ചത്? റിപ്പോർട്ട്സ് പറയുന്നത് മെയിനായിട്ട് ബൈജു രവീന്ദ്രനെ ബോർഡിൽ നിന്ന് നീക്കം ചെയ്യാനാണ്. പക്ഷേ നേരത്തെ തന്നെ ബൈജു രവീന്ദ്രൻ കർണാടക ഹൈക്കോർട്ടിൽ ഇൻവെസ്റ്റേഴ്സിനെതിരെ കേസ് കൊടുത്തു. കോർട്ടിൽ ബൈജു രവീന്ദ്രനും സപ്പോർട്ടായിട്ടാണ് വിധി വന്നത്. അതിനാൽ ഈ മീറ്റിംഗിൽ എടുക്കുന്ന ഏത് ഡിസിഷനിലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഷെയർ ഹോൾഡേഴ്സ് ബൈജു രവീന്ദ്രനെ നീക്കം ചെയ്യാൻ നോക്കിയാലും ഈ കോർട്ട് കേസ് തീരാതെ അത് നടക്കില്ല. അടുത്ത കോർട്ട് ഹിയറിംഗ് മാർച്ച് 13-ാം തീയതിയാണ്. അന്ന് അറിയാം അദ്ദേഹത്തിൻ്റെ ഭാവി. പക്ഷേ ബൈജു രവീന്ദ്രൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ബൈജു രവീന്ദ്രൻ വേറെ കുറച്ച് കമ്പനീസിൽ നിന്ന് കടം മേടിച്ചായിരുന്നു. ഈ കമ്പനീസ് അദ്ദേഹത്തിനെതിരെ മൾട്ടിപ്പിൾ പെറ്റീഷൻസ് ആണ് ഫയൽ ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ടത് ബൈജൂസ് ബാങ്ക്രപ്റ്റ് ആയി എന്ന് ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് ബൈജൂസിൻ്റെ അസറ്റ്സ് വിറ്റ് ഇവരുടെ കടം തീർക്കണം. അതാണ് ഇവർക്ക് വേണ്ടത്. അതുപോലെ തന്നെ ചില ബൈജൂസിൻ്റെ കസ്റ്റമേഴ്സ് റീഫണ്ട് കിട്ടാഞ്ഞിട്ട് ലോക്കൽ ഓഫീസിൽ കയറി ഒരു TV എടുത്തുകൊണ്ട് പോയി. അത് ഈ വീഡിയോയിൽ നിന്ന് ക്ലിയർ ആണ്. നമുക്ക് ഈ കസ്റ്റമേഴ്സിൻ്റെ വികാരം മനസ്സിലാക്കാം. ബൈജൂസ് പല ടാക്ടിക്സ് ഉപയോഗിച്ചാണ് കസ്റ്റമേഴ്സിനെ കയ്യിലെടുത്തത്. ഒന്നും അഫോർഡ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട പേരൻസിനെ കൊണ്ടുവരെ ബൈജൂസ് സബ്സ്ക്രിപ്ഷൻ എടുപ്പിച്ചു. സെയിൽസ് ആളുകളെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് അൺറിയലിസ്റ്റിക് ടാർഗറ്റ്സ് ആയിരുന്നു കൊടുത്തത്. എന്നാൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അതൊന്നുമല്ല പ്രശ്നം. അവർക്ക് ബൈജു രവീന്ദ്രനെ കളയണം. ഈവൻ ED വരെ ബൈജു രവീന്ദ്രന് ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തു. ഇത് അയാൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. ED ഇന്ത്യയിലെ എക്കോണമിക് ഇൻ്റലിജൻസ് ഏജൻസിയാണ്. രാജ്യത്തെ ഫൈനാൻഷ്യൽ ക്രൈംസിനെതിരെ നിൽക്കുന്ന ഒരു ഏജൻസിയാണിവർ. EDക്ക് ബൈജു രവീന്ദ്രനിൽ കുറേ സംശയങ്ങളുണ്ടായി. അതിനാൽ അദ്ദേഹത്തിന് രാജ്യം വിടാൻ സാധിക്കില്ല. EDയുടെ കേസ് വേറെയാണ്. വയലേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റൂൾസ്, അതാണ് അവരുടെ പ്രശ്നം. ഏകദേശം 9300 കോടി ഇന്ത്യൻ റുപ്പീസിൻ്റെ വയലേഷൻ നടത്തിയതിൽ സംശയിച്ചാണ് ഈ പ്രശ്നം. അതിനാൽ ബൈജു രവീന്ദ്രൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. നിക്ഷേപകർ തന്നെ പുറത്താക്കാൻ നോക്കുന്നു. കടം കൊടുത്തവർ ബാങ്ക്രപ്സി ഫയൽ ചെയ്യാൻ പറയുന്നു. ഈവൻ തൻ്റെ കസ്റ്റമേഴ്സ് തന്നെ തനിക്കെതിരെ നിൽക്കുന്നു റീഫണ്ടിനായിട്ട്. അതിൻ്റെ മുകളിൽ ലോ എൻഫോഴ്സ്മെൻറ്റും പുറകിൽ. ബൈജൂസ് ഒരു ടൈമിൽ $22 ബില്യൺ വാല്യൂഷൻ ഉള്ള കമ്പനിയായിരുന്നു. ഇപ്പോൾ മൂക്ക് കുത്തി വട്ട പൂജ്യത്തിലേക്ക് വീണു. ഇത് നമ്മുടെ രാജ്യത്തെ സ്റ്റാർട്ടപ്സിനോടുള്ള ഗ്ലോബൽ ട്രസ്റ്റിനെ വരെ ബാധിക്കും. ബൈജു രവീന്ദ്രൻ്റെ റോങ് ഡിസിഷൻസ് ആണ് ഇതിൽ മെയിൻ കാരണങ്ങൾ. അദ്ദേഹത്തിൻ്റെ പൈസ മാത്രമല്ല പോയത്, ഇൻവെസ്റ്റേഴ്സിൻ്റെയും പണം കൂടിയാണ് പോയത്. ഇതുകൂടാതെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള VCക്ക് മറ്റ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സിനോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ സ്റ്റാർട്ടപ്സ് ഇന്ത്യയിലുണ്ട്. ഇവർ കാരണം മറ്റ് നന്നായി നടത്തുന്ന സ്റ്റാർട്ടപ്സുകളെയും ബാധിക്കും. ഇനിയെങ്കിലും ഇതിൽ നിന്ന് പാഠം പഠിച്ചാൽ നല്ലത്.